ഗോസിപ്പ് കോളങ്ങളിൽ കോളിളക്കം സൃഷ്ടിച്ച വാർത്ത അതായിരുന്നു നയൻതാര പ്രഭുദേവ പ്രണയം. നയൻതാരയെ വിവാഹം ചെയ്യാനായി തന്റെ 3 മക്കളുടെ മാതാവായ ഭാര്യ ലതയെ ഡിവോഴ്സ് ചെയ്യുക പോലും പ്രഭുദേവ ചെയ്തു. എന്നിട്ടും അവർ ജീവിതത്തിൽ ഒന്നിച്ചില്ല. നയൻതാര ചലച്ചിത്ര സംവിധായകൻ വിഘ്നേഷ് ശിവനെയും പ്രഭുദേവ തന്റെ ഫിസിയോതെറാപ്പിസ്റ്റിനെയും പിന്നീട് വിവാഹം കഴിച്ചു. ഒരിക്കൽ പ്രഭുദേവയുടെ ജീവിത പങ്കാളിയാവാൻ വേണ്ടി തന്റെ മതവിശ്വാസങ്ങൾ പോലും ഉപേക്ഷിച്ച നർത്തകിയായിരുന്നു റംലത്ത് എന്ന ലത. വിവാഹശേഷമാണ് അവർ ലത എന്ന പേര് സ്വീകരിച്ചത്. പ്രഭുദേവ പണവും പ്രശസ്തിയും നേടിയിട്ടും ലതയെ തന്നെ വിവാഹം ചെയ്യുമെന്ന കാര്യത്തിൽ ഉറച്ചു നിന്നിരുന്നു. സിനിമാ ഗാനങ്ങളിൽ, ഗ്രൂപ്പ് ഡാൻസ് രംഗങ്ങളിൽ കൂട്ടത്തിൽ നൃത്തം ചെയ്യുന്ന ആളായിരുന്നു ലത. റംലത്തിന്റെ മതം പ്രഭുദേവയുടെ കുടുംബത്തിന് ഒരു വിലങ്ങുതടിയായി. അവർ എതിർപ്പ് പ്രകടിപ്പിച്ചു. കർണാടകയിലെ മൈസൂരുള്ള ഒരു സാധാരണ ഹിന്ദു കുടുംബമായിരുന്നു പ്രഭുദേവയുടേത്. അതാകാം അവർക്ക് മതവിശ്വാസം ഒരു തടസ്സമായി മാറിയത്. എന്നാൽ പ്രഭുവിന്റെ സ്നേഹത്തിനു മുന്നിൽ മതം ഉപേക്ഷിക്കാൻ ലത തയ്യാറായി. പ്രഭുദേവ റംലത്ത് തന്നെ മതിയെന്ന തീരുമാനത്തിൽ വീട്ടുകാരുടെ സാന്നിധ്യം പോലുമില്ലാതെ വിവാഹിതനായി. വിവാഹശേഷം ലത പേരും മതവും മാറിയതും വീട്ടുകാരുടെ പിണക്കം മാറിത്തുടങ്ങി. തെലുങ്കിലും തമിഴിലും കന്നഡയിലുമായി പ്രഭുദേവയുടെ സാമ്രാജ്യം വളർന്നു. തനിക്ക് 5 കുട്ടികൾ വേണമെന്നായിരുന്നു ലതയുടെ ആവശ്യം. എന്നാൽ 3 പ്രസവങ്ങളും സിസേറിയനായതിനാൽ ഇനിയൊരു ഗർഭധാരണം പാടില്ല എന്ന് ഡോക്ടർമാർ ലതയ്ക്ക് വിധിയെഴുതി. മക്കൾ 3 പേരിൽ ഒന്നാമൻ കേവലം 13-ാം വയസ്സിൽ ക്യാൻസർ ബാധിതനായി മരിച്ചു. ജീവിതത്തിൽ അതുവരെ ഇല്ലാതിരുന്ന മാറ്റങ്ങൾ ലതയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയായി. പ്രഭുദേവയുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഈ കാലയളവിൽ പ്രഭുവും ഭാര്യയും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാൻ ആരംഭിച്ചതായി ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതുമെന്ന തന്റെ യൂട്യൂബ് ചാനലിൽ വ്യക്തമാക്കി. ഈ സമയം പ്രഭുദേവ നയൻതാരയുമായി പ്രണയത്തിലാവുന്നു. മാധ്യമങ്ങളും ആരാധകരും ആഘോഷിച്ച കഥയായിരുന്നു ഈ പ്രണയം. ആ കേട്ട കഥകളിൽ നേരെത്ര നുണയത്ര എന്ന ചോദ്യം മാത്രം ബാക്കി നിൽക്കുന്നു. വില്ലേ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വേളയിലായിരുന്നു ഈ പ്രണയം ഉടലെടുത്തത്. ഈ പ്രണയവാർത്ത ലതയുടെ കാതിലും എത്തി. തുടക്കത്തിൽ അത് വിശ്വാസത്തിലെടുക്കാതിരുന്ന ലത സത്യം എന്തെന്നറിഞ്ഞതും തകർന്നു പോയി. തന്റെ കുഞ്ഞുങ്ങളുടെ പിതാവ് കൂടിയായ പ്രഭുദേവയുടെ പേര് നയൻതാര കയ്യിൽ പച്ചകുത്തിയതും അവർ മാനസികമായി തകർന്നു. അവർക്ക് തമ്മിൽ മാനസികാകലം സംഭവിച്ചു. കോടതിയും കേസുമായി. പ്രഭുദേവയുടെ കുടുംബം ലതയുടെ ഒപ്പം നിലയുറപ്പിച്ചു. പ്രഭുദേവ 100 കോടി രൂപ ജീവനാംശം നൽകി. മക്കൾ അമ്മയോടൊപ്പം, അച്ഛന് വേണമെന്നുള്ളപ്പോൾ അവരെ വന്നു കാണാം. മതം മാറുക, തന്റെ കുട്ടികളെ സ്വന്തം കുട്ടികളായി കാണുക, അഭിനയം എന്നേക്കുമായി നിർത്തുക എന്നിങ്ങനെ പ്രഭു നയൻതാരയ്ക്ക് 3 നിബന്ധനകൾ വെച്ചു. അവസാനത്തേതൊഴികെ നയൻസ് 2 നിബന്ധനകൾ അംഗീകരിച്ചു. അത് നിരസിച്ചതോടെ അവർ ഇരുവഴി പിരിഞ്ഞു. ഒരിക്കൽ മുംബൈയിലെ ഡാൻസ് ഷൂട്ടിങ്ങിനിടെ പുറംവേദനയും കാലുവേദനയും ഉണ്ടായ പ്രഭുദേവയെ ചികിത്സിച്ചത് ഡോക്ടർ ഹിമാനി സിംഗ് ആണ്. പിന്നീട് ഹിമാനിയുമായി പ്രഭു പ്രണയത്തിലായി. 2 മാസത്തെ ലീവിംഗ് ടുഗെദർ. പിന്നീട് 2020-ൽ ഇവർ വിവാഹം ചെയ്തു. ഈ ബന്ധത്തിൽ പ്രഭുദേവയ്ക്ക് ഒരു മകളുണ്ട്.